മുമ്പുള്ള വീട്ടുമ്പോഴേ ആ അതാത് നമസ്കാര ടൈമിനെ അതാത് നമസ്കാരത്തിന്റെ കലാ വീട്ടാവും, അതല്ലാതെ ഇനി ടൈമിനെ കലാ വീട്ടിക്കൊണ്ടിരിക്കാൻ പറ്റും. എങ്ങനെ മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? സാർ നേരത്തെ സൂചിപ്പിച്ചു കിട്ടണമെന്നാണല്ലോ അതെ മുമ്പ്. ആ നമസ്കാരങ്ങൾ നമ്മൾ ഒരേ ദിവസവും സുബൈ, മഗ്‌രിബ്, ആ നമസ്കാര സമയങ്ങളിലല്ലാതെ നമുക്ക് സമയം കിട്ടുമ്പോൾ ക്രമപ്രകാരം ചെയ്യാൻ പറ്റും. പറ്റും 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 പറ്റുന്നല്ല, അങ്ങനെ ചെയ്യണം. അല്ലാതെ അതിൻ്റെ നിസ്കാരത്തിന് സമയവും കാത്തു വെക്കരുത്. ഓക്കെ, കലാ വീട്ടുന്നതിന് നിസ്കാരത്തിന് സമയമായിട്ട് വലിയ ബന്ധമില്ല. കലാ അല്ല വീട്ടുന്നത്, സമയത്തുള്ള നിസ്കാരമല്ലല്ലോ. ഓക്കെ, ഇപ്പോൾ കാണുന്നില്ല സ്ക്രീന്? ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അൽ ബിദാറു ബിൽ ഫായിത്തി, നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ വീണ്ടെടുക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ബിദാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീണ്ടെടുക്കുക, ബിൽ ഫായിത്തി നഷ്ടപ്പെട്ട നിസ്കാരം. യുബാദിറു ബിൽ ഫായിത്തി വ യുഖദ്ദിമുഹു അലൽ ഹാദിറത്തി, നഷ്ടപ്പെട്ട നിസ്കാരം പെട്ടെന്ന് വീണ്ടെടുക്കണം. വ യുഖദ്ദിമുഹു അലൽ ഹാദിറത്തി, അതിനെ നിലവിലുള്ള ഹാദിറായ നിസ്കാരത്തെക്കാളും മുന്തിക്കുകയും വേണം. വയു അഖിറു റവാത്തിബ് അൻഹു നദ്ബൻ ഇൻ ഫാത്തബി ഉദിരിൻ, റവാത്തിബ് നിസ്കാരത്തെ അതിനേക്കാളും പിന്തിക്കണം. ഇൻ ഫാത്ത ബി ഉദിരിൻ, അതായത് കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട ഒരു നിസ്കാരമാണ്. കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ടൊരു നിസ്കാരം, ആ കാരണം ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പിന്നെ ചർച്ച ചെയ്യും. അങ്ങനെ കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ അപ്പോൾ റവാത്തിബ് നിസ്കാരങ്ങളെ പിന്തിക്കൽ സുന്നത്താണ്. ഇനി വ വുജൂബൻ ഇൻ ഫാത്തബി ഗൈരി ഉദിരിൻ, അകാരണമായിട്ട് നഷ്ടപ്പെട്ട നിസ്കാര, വെറുതെ ഇങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പോയി അങ്ങനെ നിസ്കാരം കലായി, ആ കലായ നിസ്കാരം അത് പെട്ടെന്ന് നിസ്കരിക്കണം. അതിന് മുന്നേ ഉള്ള റവാത്തിബ് നിസ്കരിക്കാൻ പാടില്ല, ഹറാമാണ്. അതിന് മുന്നേ റവാത്തിബ് നിസ്കരിക്കൽ എന്ന് വെച്ചാൽ ളുഹർ നിസ്കാരത്തിൻ്റെ സമയത്ത് മുഴുവനായിട്ടും ഫുട്ബോൾ കളിച്ചു. അങ്ങനെ ളുഹർ നിസ്കാരം കല ആയിട്ടാണ്, ഞാൻ അസറിൻ്റെ സമയത്താണ് കളി കഴിഞ്ഞ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ അസറിൻ്റെ സമയത്ത് അസർ നിസ്കാരത്തെക്കാളും മുന്നേ ഏത് നിസ്കരിക്കണം? ളുഹർ നിസ്കരിക്കണം. എന്ന് മാത്രമല്ല, ളുഹറിൻ്റെ റവാത്തിബ് പോലും നിസ്കരിക്കൽ എനിക്ക് ഹറാമാണ്. മറിച്ച് ഏതാണ് ഞാൻ നിസ്കരിക്കേണ്ടത്? ളുഹർ ആദ്യം നിസ്കരിക്കണം, എന്നിട്ടാണ് റവാത്തിബൊക്കെ നിസ്കരിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതേ സമയത്ത് എൻ്റെ ഒരു ഓപ്പറേഷനായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്നലെ എനിക്ക് ളുഹർ മിസ്സായത്, ളുഹറിൻ്റെ സമയം മിസ്സായത്. അല്ലാഹു തആല ആർക്കും അങ്ങനത്തെ ഓപ്പറേഷൻ്റെ അവസ്ഥ തരാതിരിക്കട്ടെ. അങ്ങനെ പിന്നെ ആ നിസ്കാരം നഷ്ടപ്പെട്ട് കാരണത്തോടു കൂടെയാണ്. അങ്ങനെയാണെങ്കിലും ഞാനിപ്പോൾ ആ നിസ്കാരം കളാവ് വീട്ടുകയാണെങ്കിൽ ആ നിസ്കാരത്തിൻ്റെ റവാത്തിബിനേക്കാളും മുന്നേ ആ നിസ്കാരം നിസ്കരിച്ചിട്ട് റവാത്തിബിനെ പിന്തിക്കൽ എന്താണ്? സുന്നത്താണ്. കാരണത്തോടു കൂടെ മിസ്സായാലും സുന്നത്താണ്. കാരണം ഇല്ലാതെ മിസ്സായ നിസ്കാരമാണ് കളാവ് വീട്ടുന്നതെങ്കിൽ നിർബന്ധമാണ്. ക്ലിയർ അല്ലേ? ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോളി. പിന്നെ ഈ നിസ്കാരത്തിന് ഇപ്പം അസറിന്റെ സമയത്ത് നമ്മൾ ലുഹർ കലാത്താൻ പോകണമെങ്കിൽ ലുഹറാണ് ആദ്യം നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞില്ലേ? അത് രണ്ട് കേസിലും അതേമാതിരിയാണോ? കാരണം ഉണ്ടായിട്ടാണെങ്കിലും കാരണം ഇല്ലെങ്കിലും അതെ അതെ, നമ്മൾ അസറിന്റെ ടൈമൊക്കെ കയറിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് അസറിന് സമയം ഉള്ളതുകൊണ്ടാണല്ലേ നമ്മൾ ലുഹറിനെ മുന്തിക്കണം പറയുന്നത് അല്ലേ? അതെ. പക്ഷെ രണ്ടും തമ്മിൽ അങ്ങനെ തന്നെയാണോ? രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ട് കേസിലും. കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരമാണെങ്കിൽ മുന്തിക്കൽ നിർബന്ധമാണ്. കാരണത്തോടു കൂടെ നഷ്ടപ്പെട്ടതാണെങ്കിൽ മുന്തിക്കൽ സുന്നത്താണ്. ക്ലിയർ അല്ലേ? അതെ അതെ, ഫർദ് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം എത്രയായി സമയം? അവിടെ യശാൻ്റെ സമയമല്ലേ? ഒരു 10 മണി കൂട്ടിപ്പോൾ. ആ 10 മണി സമയത്ത് ഒരാൾ മഗ്‌രിബ് നിസ്കരിച്ചിട്ടില്ല, ഫുട്ബോൾ ടർഫ് പോയതാണ്. അങ്ങനെ ഇശാൻ്റെ സമയത്ത് ഇപ്പാണ് കയറി വരുന്നത്. ഓനിക്കിപ്പം ഏതൊക്കെ നിസ്കാരമുണ്ട്? മഗ്‌രിബിൻ്റെ മുന്നേ ഉള്ള റവാത്തിബുണ്ട്, മഗ്‌രിബുണ്ട്, ഇശാവുണ്ട് എന്ന് കൂട്ടാം. ഈ 3 നിസ്കാരത്തെ ഇപ്പം ഇങ്ങനെ നോക്കി. നമ്മളിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഓൻ അകാരണമായി ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് നഷ്ടപ്പെട്ട നിസ്കാരമായതുകൊണ്ട് മഗ്‌രിബിൻ്റെ മുന്നേ ഉള്ള സുന്നത്തിനേക്കാളും ഇപ്പോൾ നിസ്കരിക്കേണ്ട ഇശാ നിസ്കാരത്തെക്കാളും
പെട്ടെന്ന് നിസ്കരിക്കലോ എനിക്ക് നിർബന്ധമാണ്. ഏത് നിസ്കാരം? ഇഷാ. അതേ സമയത്ത് ഓൻ കാരണത്തോടു കൂടെ നഷ്ടപ്പെട്ടതാണെങ്കിലോ ഓനിക്ക് അങ്ങനെ നിസ്കരിക്കൽ സുന്നത്തേ ഉള്ളൂ. മറിച്ച് ഓനിക്ക് റവാത്തിബും ഇഷാവും നിസ്കരിച്ചിട്ടും നിസ്കരിക്കാം, ജായിസാണ്. സുന്നത്ത് എന്താണ്? അതിനെ മുന്തിക്കലാണ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. സാധാരണ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഫറല് ഒന്ന് കഴിഞ്ഞിട്ടാണല്ലോ കലാ വീട്ടുന്നത്. ജമാഅത്ത് നടക്കുകയാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇവർ പറഞ്ഞതിൻ്റെ അകത്തേക്ക് തന്നെ വരുന്ന ആൻസറിലേക്ക്, ജമാഅത്ത് നടക്കുകയാണെങ്കിലും എനിക്ക് അകാരണമായി നഷ്ടപ്പെട്ട നിസ്കാരം ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് നിസ്കരിക്കണം. ജമാഅത്ത് മിസ്സായാലും കുഴപ്പമില്ല. കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ഹറാമായ സമയത്തിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. ഞാൻ നിസ്കാരം വീട്ടാതെ ഇങ്ങനെ എനിക്ക് കാരണമില്ലാതെ ഒരു നിസ്കാരം എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ആ നിസ്കാരം നിസ്കരിക്കാതെ ഞാൻ നിൽക്കുന്ന സമയം അത്രയും ഹറാമിലായിട്ടാണ്. അപ്പോൾ ആ ഹറാമ് എന്ന് പറയുന്ന സാധനം പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നഷ്ടപ്പെട്ട നിർബന്ധമായിട്ട് കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം പെട്ടെന്ന് നിസ്കരിക്കണം. അപ്പോൾ അതിനാണ് ജമാഅത്ത് ഉണ്ടെങ്കിലും ജമാഅത്ത് ഇല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം വേഗം നിസ്കരിക്കണം. അപ്പോൾ ലിയാഖത്തിലേക്ക് ഇവർ പറഞ്ഞ പ്രകാരം അതിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ ആദ്യം ആ സമയത്തുള്ള നിസ്കാരം നിസ്കരിക്കും, ശേഷം നഷ്ടപ്പെട്ട നിസ്കാരം നിസ്കരിക്കും. ഇത് കാരണത്തോടു കൂടെ മിസ്സായതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും നല്ലത് ഖളായതിനെ ആദ്യം വീട്ടലാണ്. യാത്രയിലാണെങ്കിൽ അത് കാരണത്തിൽ പെടുമോ? യാത്രയിലാണെങ്കിൽ ഇപ്പൊ ഞാനൊരു സെയിൽസ്മാൻ ആണ്, വാഹനത്തിലാണ് ഞാൻ കൂടുതൽ ഉണ്ടാവുന്നത്. ആ സമയത്ത് തന്നെ ചില നിസ്കാരങ്ങള് പിന്നെ പള്ളിയെന്ന് കിട്ടാത്ത ഒരു സാഹചര്യം വരുമ്പോ നമുക്കത് അസറൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട്. കാരണം ഇവിടെ മഗ്‌രിബൊക്കെ 5 മണിയൊക്കെ 5-5:30 മണിയാകുമ്പോൾ മഗ്‌രിബാകും. അപ്പൊ അങ്ങനെ കുറഞ്ഞ സമയം അസർ മഗ്‌രിബിന്റെ ഇടയിൽ ഉണ്ടാവാറുണ്ട്. അത്തരം സാഹചര്യങ്ങൾ അത് കാരണമായിട്ട് വരുമോ? അല്ല, അത്തരം സാഹചര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബ് പ്രകാരം ഇപ്പോൾ നമുക്ക് പള്ളി കിട്ടിയിട്ടില്ലെങ്കിലും വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും നിസ്കരിക്കണം എന്നുള്ളതാണ്. ഉദാഹരണം പറയാം, നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ദുബൈയിലാണ്. നിങ്ങളിങ്ങനെ പിന്നെ മക്കത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഒരു മരുഭൂമിയിലെത്തി. അങ്ങനെ മഗ്‌രിബിൻ്റെ ഇശാഇൻ്റെ ഇടയിൽ നിങ്ങളുള്ളത്. ആ സമയത്ത് എവിടെ നിങ്ങൾക്ക് വെള്ളവും കിട്ടിയില്ല, ഷോപ്പ് ഒന്നും കാണുന്നില്ല, പെട്രോൾ പമ്പ് സാധനം ഒന്നും കാണുന്നില്ല, എവിടെ പള്ളിയില്ല. അവിടെ എത്തുമ്പോൾ ഇശാ ആവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ യാത്രയിൽ ഇശാ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള സമയം വരെ, ഒരു നിസ്കരിക്കാനുള്ള ഏകദേശം ഒരുങ്ങാനുള്ളൊരു സമയം വരെയുള്ള സമയം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം. എന്നിട്ടും പള്ളിയും കിട്ടിയില്ല വെള്ളം കിട്ടിയില്ല, അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾ നിസ്കരിക്കാനുള്ളൊരു കതിർ സമയം ബാക്കിയായി കഴിഞ്ഞാൽ ആ സമയത്ത് നിലത്ത് തേമം ചെയ്തിട്ട് തേമം അടിക്കുക. ഇപ്പോൾ ഇനി ഫ്ലൈറ്റിലാണെങ്കിൽ നിലത്ത് ജസ്റ്റ് അടിച്ചാൽ മതി. എല്ലാത്തടത്താണെങ്കിൽ മണ്ണിൽ തന്നെ അടിക്കാൻ പറ്റുമെങ്കിൽ മണ്ണിലടിക്കുക, എന്നിട്ട് തേമം ചെയ്തുകൊണ്ട് നിസ്കരിക്കുക. എന്നിട്ട് ആ നിസ്കാരം ഖളാ വീട്ടാൻ വേണം. അപ്പോൾ ആ നിസ്കാരം കാരണത്തോടു കൂടെ മിസ്സാവുന്നതാണ്. അതേസമയത്ത് നിങ്ങൾ പോകുന്ന വഴിക്ക് പള്ളിയുണ്ട്, പോകുന്ന വഴിക്ക് വെള്ളമുണ്ട്, ഒക്കെ ഉണ്ട്, എന്നിട്ട് നിസ്കരിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ആ നിസ്കാരം കാരണമില്ല നഷ്ടപ്പെട്ടതാണ്. മനസ്സിലായില്ലേ? ഈ തയമ്മം ചെയ്യുന്നത് വെറും മണ്ണ് കൊണ്ട് തന്നെയാണോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ വണ്ടീന്റെ ഡാഷ് ബോർഡിലൊക്കെ അടിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഹൈവേയിലൊക്കെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുക, അപ്പോൾ അങ്ങനെ ഒരു പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹൈവേയിൽ ഉണ്ടാവുമല്ലോ, ചെറിയ ഏരിയയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പോക്കറ്റ് റോഡ് ഇങ്ങോട്ട് വിടൂലേ ഹൈവേയിൽ? എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ. ചിലയിടത്ത് കിട്ടും, പക്ഷേ ചിലപ്പോൾ ആ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അടിച്ചിട്ട് നിസ്കരിക്കേണ്ടി വരും. കിട്ടിയാൽ മണ്ണിൽ തന്നെ അടിക്കണം. ഇല്ല, മണ്ണായാൽ മതി. പൊടിമണ്ണ് പരമാവധി കിട്ടുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പോൾ ഫ്ലൈറ്റിലുള്ള ഉദാഹരണം പറഞ്ഞത്. ഫ്ലൈറ്റിൽ നിന്ന് എന്ത് കാട്ടാനാണ്? വെള്ളം കിട്ടുമെങ്കിൽ വെള്ളത്തോടുകൂടെ വെള്ളം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റിൽ വെള്ളം കിട്ടും, ഇന്നൊക്കെ വെള്ളം കിട്ടും. ഇനി ഇൻ കേസ് വെള്ളം കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ ഒരാൾക്ക് ഒരു കുപ്പി വെള്ളം തരുള്ളൂ, ഞാൻ അയച്ച് കുടിച്ച് തീർത്തിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് വെള്ളം തരില്ല എന്നാണ് പോലും പറയുന്നത്. ബാത്റൂമിൽ വെള്ളമില്ല, ഇത് തുടക്കുന്ന സാധനം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പെടുന്ന സമയത്ത് ചിലപ്പോൾ അടിച്ചിട്ട് നിസ്കരിക്കേണ്ടി വരും. ഉദുവോടുകൂടെ നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഉദുവോടുകൂടെ തന്നെ നിസ്കരിക്കണം. ഉദുവിൽ കുറഞ്ഞ രൂപമുണ്ട്. ജസ്റ്റ് മുഖം ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ മതി. മുഖം ഒരു പിടിയിൽ മുഖം മൊത്തം നനവെത്തിക്കുക. പിന്നെ കൈ ജസ്റ്റ് അതേപോലെ തന്നെ എല്ലായിടത്തും നനവെത്തിക്കുക. ഒരു പിടിയിൽ ഈ കയ്യിൽ ഓരോ പിടി എത്തിക്കുക. ഒന്ന് ജസ്റ്റ് തല തടവുക. കാലും കൊണ്ട് 2 പിടി കൂടി കിട്ടിയാൽ മതി. കാല് രണ്ടും ഇങ്ങനെ പിടിച്ച് വരച്ചെല്ലെടുത്ത് വെള്ളമാക്കാൻ. ഹലാസ്, വെള്ളം എത്തിച്ചാൽ മതി. അങ്ങനെ പെടുന്ന സാഹചര്യങ്ങളിൽ ഒരു ഗ്ലാസ് കൊണ്ട് നമുക്ക്
ഓ ചെവി ചെവി തടവൽ സുന്നത്താണ്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ചെവി തടവാനുള്ള വെള്ളം കൂടി ഇല്ലെങ്കിൽ ചെവി തടവണ്ട. ഇനി വെള്ളം ചെവി തടവാൻ വെള്ളം ആവശ്യം, കൈ കുത്തിയില്ലെങ്കിൽ ആക്കാനുള്ളൂ, കുഴപ്പമൊന്നുമില്ല. സുന്നത്തിട്ടാതൊന്നും ചെയ്യാം. അത് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്, അതിലേക്ക് വരും നമ്മൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ വേറെന്താ ഡൗട്ട് ഉണ്ടാവും? എന്നാ പോവാ. ഹലോ, ഇപ്പൊ പറഞ്ഞ വിഷയത്തിൽ തന്നെ നമ്മള് ഇപ്പൊ പറഞ്ഞ വിഷയത്തില് അപ്പൊ നിസ്കാരം ഇപ്പൊ അസറിന്റെ സമയത്ത് എത്തിയിട്ടുണ്ട്, ലുഹറാണ് കളായിട്ടുണ്ടെങ്കിൽ അസർ നിസ്കരിക്കാനേ സമയമുള്ളൂ. അതെ അതെ, അസർ നിസ്കരിക്കാനേ സമയമുള്ളൂവെങ്കിൽ അസർ നിസ്കരിക്കൽ നിർബന്ധമാണ് എനിക്ക്. അവനവിടെ ദൂരം നിസ്കരിച്ചിട്ട് അസറിൻ്റെ സമയത്ത് നഷ്ടപ്പെടുത്തരുത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ കളാല് മുന്തിക്കല് അവിടെ ബാധകം വരില്ല അല്ലേ? അവിടെ ബാധകം വരില്ല. സമയം ബാക്കിയാവാത്ത ഘട്ടമാണെങ്കിൽ അവിടെ ബാധകം വരില്ല. അതെന്ന് പറയുന്നത് നിസ്കരിക്കാൻ സമയം വിശാലാവുന്ന സമയത്താണ് ഈ പറഞ്ഞ തഖ്ദീമു സുന്നത്തുണ്ട് എന്ന് പറഞ്ഞത്. ഇനി ഫമൻ ഫാത്തത്തുഹു മക്തൂബാത്തുൻ ബി ഗൈരി ഉദ്രിൻ യൽസമുഹു സർഫു ജമീഇ സമനിഹി ലിൽ ഖലായി ഇല്ലാ മാ യൽതറു ഇലൈഹി ലിനഹ്വി നൗമിൻ ഔ കസ്ബി മുഅനത്തിൻ. ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുത്തനിക്ക് ഓന് വേറൊരു സംശയമുണ്ട് സൈദുമായിട്ട് ബന്ധപ്പെട്ട്. ചോദിച്ചോളി. യാത്രയിൽ തന്നെ ഉണ്ട്, പക്ഷെ നമുക്ക് ഈ നിസ്കരിക്കാൻ പുറത്ത് സൗകര്യമില്ല. വണ്ടിയിൽ ഇരുന്ന് നിസ്കരിക്കാമല്ലോ അല്ലേ? പുറത്ത് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പുറത്ത് സൗകര്യം ഉണ്ടാവാനേ പഠിച്ചോൻ്റെ ഭൂമി മതി നമുക്ക്. പള്ളി തന്നെ വേണമെന്നില്ല, മണ്ണിൽ നിസ്കരിക്കാമല്ലോ. മണ്ണിൽ തന്നെ അത് ചിലപ്പോൾ ഈ അനുവദിക്കില്ല, ചിലപ്പോൾ റോഡിലെ സൈഡിലൊന്നും അനുവദിക്കൂലെങ്കിൽ പിന്നെ കാറിൽ പറ്റും, ഇരുന്നിട്ട് പറ്റും. ഓ, അനുവദിക്കില്ല പിന്നെ വേറെ അവിടെ ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ കാറിൽ നിന്ന് നിസ്കരിക്കൽ നടക്കൂലോ. ഓക്കെ ഓക്കെ. അല്ല, അത് പെടുന്ന സമയത്താണ്. അപ്പോൾ ഓക്കെ, അത് ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ അത്തരത്തിൽ നമ്മൾ ദറൂറത്തിന് വേണ്ടിയിട്ട് വെള്ളം കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ മണ്ണടിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം ഖലാ വീട്ടണം. അത് കാരണത്തോടു കൂടി നഷ്ടപ്പെടുന്ന നിസ്കാരത്തിൽ പെടും. പിന്നെ നമ്മൾ ഖലാ വീട്ടണം. അത് പെട്ടെന്ന് വീട്ടൽ നിർബന്ധമില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഫമൻ ഫാത്തത്തുഹു മക്തൂബാത്തുൻ ബി ഗൈരി ഉദ്രിൻ. ഇനി എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരുത്തനിക്ക് അകാരണമായിട്ട് ഒരുപാട് നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞൊരു മാസമായിട്ട് ഓനിക്കെന്തോ ഒരു ഹാല് കുടുങ്ങിയതാണ്. പിന്നെ മൊത്തം ഒരു ഡൗട്ടൊക്കെ വന്ന് അങ്ങനെ നിസ്കാരത്തു നിന്നൊക്കെ വിട്ട് നിന്ന് അങ്ങനെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടി വന്ന് അങ്ങനെ തോബിയെല്ലാം ചെയ്ത് മടങ്ങി. അപ്പോൾ ഒരു മാസത്തെ നിസ്കാരം മൊത്തം എനിക്ക് മിസ്സായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുത്തൻ അങ്ങനെ അകാരണമായിട്ട് ഒരു മാസത്തെ അല്ലെങ്കിൽ അത്തരത്തിൽ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ട ഒരുത്തൻ, ഒരു മാസം ആവണമെന്നില്ല, ഒരു 5 നേരത്തെ നിസ്കാരം അല്ലെങ്കിൽ 3 നേരത്തെ നിസ്കാരം എത്രയാവട്ടെ, അവനിക്ക് അവൻ്റെ മുഴുവൻ സമയവും ഖലാവ് വീട്ടാൻ വേണ്ടിയിട്ടാണോ വിനിയോഗിക്കേണ്ടത്. മുഴുവൻ സമയവും ഖലാവ് വീട്ടാൻ വേണ്ടി വിനിയോഗിക്കൽ നിർബന്ധമാണ്. യൽസമുഹു സർഫു ജമീഇ സമനിഹി ലിൽ ഖലായി. ഖലാവ് വീട്ടാൻ വേണ്ടി മുഴുവൻ സമയവും അവൻ ചെലവഴിക്കണം. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും, അപ്പോൾ പിന്നെ എനിക്ക് ഉറങ്ങൊന്നും വേണ്ടേ, പിന്നെ കുടുംബത്തിന് ഭക്ഷണമായി കൊടുക്കാൻ വേണ്ടിയിട്ട് പണിക്ക് പോകുന്നു വേണ്ടേ? അതാ പറയുന്നത്. ഇല്ലാ മാ യൽതറു ഇലൈഹി ലിനഹ്വി നൗമിൻ, ഉറക്ക് പോലെ, ഔ കസ്ബി മുഅനത്തിൻ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് പോലെ, അതുപോലെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കിട്ടുന്ന മുഴുവൻ സമയവും ഖലാ വീട്ടാൻ വേണ്ടിയിട്ടാണോ വിനിയോഗിക്കേണ്ടത്. അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും, പിന്നെ അപ്പോൾ അവനിപ്പോൾ നിലവിൽ നടക്കുന്ന നിസ്കാരങ്ങൾ റവാത്തിബ് സുന്നത്തൊക്കെ നിസ്കരിക്കേണ്ടത്. വയുന്തബു, അതിൻ്റെ ഉത്തരം നമ്മൾ പറയും. വയുന്തബു തെർത്തീബുൽ ഫവായിത്തി, നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ ഓർഡറിൽ നിസ്കരിക്കൽ സുന്നത്താണ്. ഈ മസല കറക്റ്റ് മനസ്സിലാക്കണം എല്ലാവരും. ഇനി നമ്മളെന്താ പറയുന്നത് പറഞ്ഞാൽ, ഒരുത്തനിക്ക് കുറേ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓർഡറിൽ നിസ്കരിക്കണോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള നിസ്കാരങ്ങൾ അങ്ങനെ നിസ്കരിച്ചാൽ മതിയോ? ആദ്യം മൊത്തം കുറേ ളുഹർ നിസ്കരിച്ച്, പിന്നെ കുറേ അസ്ർ നിസ്കരിച്ച്, അങ്ങനെ നിസ്കരിച്ചാൽ മതിയോ അല്ലെങ്കിൽ ഓർഡറിൽ വേണോ? അതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ തെർത്തീബ് എന്ന് പറയുന്നത് സുന്നത്താണ്. ഇങ്ങനെ ഓർഡറിൽ നിസ്കരിക്കൽ സുന്നത്താണ്. അതേസമയം യജിബു തഖ്ദീമു മാ ഫാത്ത മിൻഹാ ബി ഗൈരി ഉദ്രിൻ അലാ മാ ഫാത്ത ബി ഉദ്രിൻ വ ഇൻ ഫുഖിദ തെർത്തീബു. അതായത് തെർത്തീബ് സുന്നത്താണ്. തെർത്തീബ് സുന്നത്താണ്. കാരണത്തോടു കൂടെ നഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും തെർത്തീബ് എന്താണ്? സുന്നത്താണ്.
അല്ലെങ്കിൽ എങ്ങനെയും നിസ്കരിക്കാം, ദൂറ് മൊത്തം അസ്ർ മൊത്തം അങ്ങനെ നിസ്കരിക്കാം. പക്ഷെ അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ചില ആളുകൾക്ക് അല്ലെങ്കിൽ അധിക പേര് ആൾക്കാർക്കും നിസ്കാരം കുറേ നഷ്ടപ്പെട്ടതിൽ ചിലത് കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ടുണ്ടാവും, ചിലത് കാരണമില്ലാതെ നഷ്ടപ്പെട്ടുണ്ടാവും. അങ്ങനെയാവുമ്പോൾ പിന്നെ കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട നിസ്കാരം ഏകദേശം എത്രയാണ്, ഏതൊക്കെ വക്താണ്? കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരം ഏതൊക്കെയാണ്? കാരണമില്ലാതെ നഷ്ടപ്പെട്ട നിസ്കാരത്തെ കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട നിസ്കാരത്തെക്കാൾ മുന്തിക്കണം. ഒന്നുകൂടി, ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് നഷ്ടപ്പെട്ട കുറച്ച് നിസ്കാരങ്ങളുണ്ട്. അതേ സമയത്ത് ഈ ഹോസ്പിറ്റൽ കേസല്ല, യാത്രയിൽ പെട്ടിട്ട് അങ്ങനെയൊക്കെ നിസ്കാരം കളായിട്ട് നിസ്കരിക്കേണ്ട കുറച്ച് നിസ്കാരമുണ്ട്. അപ്പോൾ കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട നിസ്കാരങ്ങളെക്കാളും ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് നഷ്ടപ്പെട്ട നിസ്കാരങ്ങൾ ആദ്യം നിസ്കരിച്ചിരിക്കണം. ഒന്നുകൂടി സിമ്പിളായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരുത്തൻ രാവിലെ സുബഹിക്ക് യാത്ര തുടങ്ങിയതാണ്. ഓനൊരു മരുഭൂമി കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുക. അവൻ അസ്ർ വരെ ഒരു പള്ളിയും കിട്ടിയിട്ടില്ല, ഒരു വെള്ളം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. അസ്ർ നിസ്കാരം കളായി. മഗ്‌രിബായ സമയത്താണ് അവനൊരു പള്ളിയിലെത്തുന്നത്. അപ്പോൾ അവന് ളുഹ്റും നഷ്ടപ്പെട്ട് അസ്റും നഷ്ടപ്പെട്ടത് കാരണത്തോടു കൂടിയാണ്. അവനവിടെ ളുറൂറത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കണം. അത് ഞാൻ പറഞ്ഞു. അങ്ങനെ നിസ്കരിച്ചാലും അവൻ കളാവ് വീട്ടണമല്ലോ. ഇനി നിസ്കരിച്ചില്ലെങ്കിലും അവൻ അവിടെ കുറ്റക്കാരനാവും, എന്നാലും അവൻ കളാവ് വീട്ടണം. കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ടെന്നുള്ളതൊക്കെ. അപ്പോൾ നിസ്കാരം കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട് അങ്ങനെ ഒരു പള്ളീൻ്റെ അടുത്ത് എത്തിയ സമയത്ത് തൊട്ടപ്പുറത്ത് ഒരു ടർഫ് കാണുന്നുണ്ട്. അപ്പോൾ നിസ്കരിക്കുന്നതിന് മുന്നേ ഒന്ന് ടർഫ് പോയി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ടർഫ് പോയി ഒരു ഫുട്ബോളും കൂടി കളിച്ച് വന്ന് അപ്പോഴേക്കൊക്കെ മഗ്‌രിബും കളായി, ഇശാവിൻ്റെ സമയമായി. ഇപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം 3 നിസ്കാരങ്ങളും എനിക്ക് കളായിട്ടുണ്ട്. ളുഹറും അസറും ഇത് കാരണത്തോടെ നഷ്ടപ്പെട്ടതാണ്. വെള്ളം കിട്ടിയിട്ടും നിസ്കരിക്കാനുള്ള സാഹചര്യം ഇല്ലായിട്ടും. മൂന്നാമത്തെ മഗ്‌രിബാണ്. മഗ്‌രിബ് പള്ളിയൊക്കെ എത്തിന് വെള്ളം കിട്ടീന്, എന്നിട്ടും നിസ്കരിച്ചില്ല. ഇത് കാരണമില്ലാതെ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഈ മഗ്‌രിബിനെ ളുഹറിനേക്കാളും അസറിനേക്കാളും മുന്തിക്കൽ നിർബന്ധമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇശാൻ്റെ സമയത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ കാരണമില്ലാതെ നഷ്ടപ്പെട്ട മഗ്‌രിബിനെ ളുഹറിനേക്കാളും അസറിനേക്കാളും മുന്തിക്കണം. പറഞ്ഞോളൂ. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. വൈന് ഫുക്കിത തെർത്തീബ്. അവിടെ തെർത്തീബ് മിസ്സായാലും കുഴപ്പമില്ല. ഇപ്പോൾ ളുഹുർ അസറും കഴിഞ്ഞിട്ടല്ലേ മഗ്‌രിബ് വരുന്നത്. ഈ കേസിൽ മഗ്‌രിബ് ആദ്യം നിസ്കരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ഓർഡർ തെറ്റി, എന്നാലും കുഴപ്പമില്ല, അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ നിസ്കരിക്കൽ നിർബന്ധമാണ്. ഫനദ്ബു തെർത്തീബി. അപ്പോൾ പിന്നെ ഈ തെർത്തീബ് സുന്നത്താണ് എന്ന് പറഞ്ഞത് ഇദാ ഫാത്തത്ത് പുല്ലുഹാബി ഉദുരിൻ ഔ ബിഗൈരി ഉദുരിൻ. നഷ്ടപ്പെട്ട മുഴുവൻ നിസ്കാരങ്ങളും കാരണത്തോടു കൂടിയാണ്. നഷ്ടപ്പെട്ട മുഴുവൻ നിസ്കാരങ്ങളും കാരണം ഇല്ലാതെയാണ്. അങ്ങനെയാകുമ്പോഴാണ് നമ്മളിപ്പോൾ പറഞ്ഞ തെർത്തീബ് സുന്നത്താന്ന് പറഞ്ഞത്. കുറച്ച് നിസ്കാരങ്ങൾ കാരണത്തോടു കൂടെയും കുറച്ച് നിസ്കാരം കാരണമില്ലാതെയും നഷ്ടപ്പെട്ടതാണെങ്കിൽ കാരണമില്ലാതെ നഷ്ടപ്പെട്ടതിനെ ആദ്യം നിസ്കരിക്കണം, കാരണത്തോടു കൂടെ നഷ്ടപ്പെട്ട നിസ്കാരത്തെ രണ്ടാമത് നിസ്കരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അസ്സബിയു വസ്സലാത്തു. കുട്ടിയുടെ നിസ്കാരത്തെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യുമറു സബിയുൽ മുമയ്യിസു ബിസ്സലാത്തി ബഅദ 70. 7 വയസ്സ് പൂർത്തിയായത് മുതൽ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വയുളറബു അലൈഹ ബഅദ 10. 10 വയസ്സായാൽ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അടിക്കുകയും വേണം. ലിമാ റവ അബൂദാവൂദ് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി നബിതങ്ങളിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ് കാരണം. അതാണ് തെളിവ്. എന്താണ് ഹദീസ്? മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീൻ. നിങ്ങൾ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. ഇദാ ബലഗ 7 സിനീൻ. 7 വയസ്സ് ആയാൽ, 7 വയസ്സായാൽ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. വ ഇദാ ബലഗ 10 സിനീൻ. 10 വയസ്സെത്തിയാലോ ഫദ്രിബൂഹു അലൈഹ. നിങ്ങൾ കുട്ടിയെ അടിക്കണം. അലൈഹ, നിസ്കാരം ഒഴിവാക്കിയതിൻ്റെ പേരിൽ. നിസ്കാരം ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം? 10 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ അടിക്കണം. അപ്പോൾ ആ അടി എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെയുള്ള നമ്മൾ ചർച്ച ചെയ്യും. അടി എന്ന് പറഞ്ഞാൽ ചൂരലെടുത്തിട്ട് മുറി വരുന്ന രൂപത്തിൽ അടിക്കാൻ പാടുണ്ടോ? പാടില്ല.
ആ അടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓനെ വേദനിപ്പിച്ചിട്ട് ഓനെ പേടിപ്പിച്ചിട്ട് അങ്ങനെ പ്രയാസപ്പെടുത്തുക എന്നുള്ളതല്ല. അതിൽ ഇസ്ലാമിലുള്ള അടികൾ മുഴുവനും ആ രൂപത്തിലാണ് കൽപ്പിക്കുന്നത്. അത് ശാരീരികമായ വേദന എന്നതിലപ്പുറം മാനസികമായിട്ടുള്ളൊരു വേദന കൂടി കുട്ടിക്ക് കൊടുക്കാൻ കഴിയണം. അങ്ങനെയാണ് കുട്ടിക്ക് രണ്ടാമത് നിസ്കരിക്കാൻ കഴിയുക. അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും കുട്ടി നിസ്കാരം ഒഴിവാക്കും. അപ്പോൾ അടിക്കണം എന്ന് പറഞ്ഞത് പേടിപ്പിച്ച് നിർത്താം, പക്ഷെ അതിലുപരിയായിട്ട് പേടിയിലപ്പുറമായിട്ട് എനിക്ക് വാപ്പയുടെ അടുത്തുനിന്ന് ഉമ്മയുടെ അടുത്തുനിന്ന് കിട്ടുന്ന സ്നേഹം, ആ സ്നേഹത്തിൽ വലിയൊരു വിള്ളൽ വീഴുന്നുണ്ട് എന്ന് അവനിക്ക് തോന്നണം. ആ മാനസികമായിട്ടുള്ളൊരു വിഷമം എനിക്ക് തോന്നണം, ഫീൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അടിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അവന് പിന്നെ നിസ്കാരം അല്ലെങ്കിലും എന്ത് ചെയ്യൂല, ഒഴിവാക്കൂല. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതേ വിഷയമാണ് പെണ്ണ് പിണങ്ങിക്കഴിഞ്ഞാൽ അവൾ അടിക്കണം എന്ന് പറഞ്ഞിക്കല്ലോ. കിടപ്പറയിൽ വേടിയ, എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ വയൽത് പറഞ്ഞു കൊടുക്കുക, എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ ആദ്യം വയൽത് പറഞ്ഞു കൊടുക്കുക അല്ലേ, എന്നിട്ട് കിടപ്പറയിൽ വേടിയ, എന്നിട്ടും കേൾക്കുന്നില്ല അടിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ആ അടി എന്ന് പറയുന്നത് പിന്നെ ഖുർത്തുബി ഇമാമൊക്കെ തഫ്സീറിൽ പറഞ്ഞത് പ്രകാരം അത് വളരെ ചെറിയ അടിയാണ്, ഭയങ്കര വേദനയാവുന്ന അടിയല്ല. ആ അടിയിൽ ശരിക്ക് നമ്മുടെ ഒരു മാനസികമായിട്ട് അവൾക്ക് വേദനയാവണം. അതേ രൂപത്തിൽ തന്നെ ഇവിടെ കുട്ടിയെ അടിക്കുന്ന വിഷയത്തിലും, അല്ലാതെ ചൂരൽ കൊണ്ട് അടിച്ച് മുറിപ്പെടുത്തുക എന്ന രൂപത്തിൽ അല്ല. മനസ്സിലായില്ലേ? ഇനി യജിബു ദാലിക അലൽ ആബായി. അപ്പോൾ പിന്നെ ആർക്കാണ് ഇതൊക്കെ നിർബന്ധം? കുട്ടിയോട് ഓരോ വക്ത് നിസ്കാരം കൊണ്ട് ഇങ്ങനെ കൽപ്പിക്കൽ നിർബന്ധമെന്ന് പറഞ്ഞില്ല നമ്മളിപ്പോൾ. ആർക്കാണ് ഈ നിർബന്ധം എന്ന് പറഞ്ഞാൽ അത് അലൽ ആബായി വൽ ഉമ്മഹാത്തി, വാപ്പമാർക്കും ഉമ്മമാർക്കുമാണ്. വാപ്പമാർക്കും ഉമ്മമാർക്കും രണ്ടാളും ഡ്യൂട്ടിയാണ്. വാപ്പമാരെ മാത്രം ഡ്യൂട്ടിയാൽ ഉമ്മമാരെ മാത്രമല്ല, രണ്ടാൾക്കും ഡ്യൂട്ടിയാണ്. ആരെങ്കിലും ഒരാൾ വീട്ടിയാൽ കഴിച്ചിലാവും, അല്ലെങ്കിൽ രണ്ടാളും കുറ്റക്കാരാവും. സുമ്മൽ അജ്ദാദി വൽ ജദ്ദാത്തി, പിന്നെ അജ്ദാദ് വല്യുപ്പമാരെ ഡ്യൂട്ടിയാണ്. വൽ ജദ്ദാത്തി വല്യുമ്മമാരും ഡ്യൂട്ടിയാണ്. ഉപ്പയും ഉമ്മയും ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ വല്യുപ്പയും വല്യുമ്മയാണ് അതിൻ്റെ കൽപ്പിക്കേണ്ട ആളുകൾ. സുമ്മൽ ഔസിയ, ഇനി ഇവർ രണ്ട് ആളുകളും ഇല്ലെങ്കിൽ കുട്ടിയെ മരിക്കുന്ന സമയത്ത് വല്യുപ്പയല്ല വല്യുമ്മയോ വസീയത്ത് ചെയ്തിട്ടുണ്ടാവും ആരോടെ, ചിലപ്പോൾ മൂത്താപ്പാൻ്റെ അളാപ്പാൻ്റെ ഒക്കെ, അല്ലെങ്കിൽ ആരെങ്കിലും വേറൊരാൾ, അവരാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത്, അതുകൊണ്ട് കൽപ്പിക്കേണ്ടത്. ഇതൊക്കെ ഒരു ഗരീബായിട്ട് നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടോ? ഏതെങ്കിലും എത്തിയും കുട്ടികൾ ഉണ്ടോ ആരെതെങ്കിലും ഫാമിലിയിൽ? ഇല്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഇമാം ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയായിരുന്നു. അവരെ വാപ്പയും ഉമ്മയും മരിച്ച്, അതിനുശേഷം വല്യപ്പയും മരിച്ച്, പിന്നെ വസിയ നോക്കിയത്. വാപ്പയും ഉമ്മയും മരിച്ച്, വല്യപ്പ ഇല്ലായിരുന്നു, ഒരു സുഹൃത്തായിരുന്നു നോക്കിയിരുന്നത്, പിന്നെ വേറെ വസി. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും ജീവിതത്തിൽ. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചും കൂടിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. വക്കതാ അപ്പോൾ ആ കുട്ടിയുടെ കൽപ്പിക്കലും കൂടി നിർബന്ധം. സ്വന്തം കുട്ടിയോട് കൽപ്പിച്ചാൽ പോരാ, തൻ്റെ കീഴിലൊരു എത്തിയും കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കലും ഈ പറഞ്ഞതൊക്കെ ആ വസീന് നിർബന്ധമാണ്. നിർബന്ധം എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടില്ല കുറ്റം കിട്ടും എന്നർത്ഥം. വക്കതാ യജിബു അലൈഹിം, അതുപോലെ തന്നെ അവർക്ക് നിർബന്ധമാകും ഐ യുഅല്ലിമൂഹു ജമീഅ ശറാഇഇൽ ലാഹിറത്തി, ദീനിൻ്റെ ലാഹിറത്തായിട്ടുള്ള ശരീഅത്തുകൾ കൊണ്ടൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലും നിർബന്ധമാകും. ഉദാഹരണത്തിന് ഈ പറഞ്ഞ ഉപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ അതിന് ശേഷം പറഞ്ഞ ആളുകൾ അവരില്ലെങ്കിൽ അവർക്ക് നിർബന്ധമായ ബാധ്യതയാണ് കുട്ടിക്ക് എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ കാര്യങ്ങൾ, എന്താണ് ഇസ്ലാം കാര്യങ്ങൾ, എന്താണ് നോമ്പ്, എന്താണ് സക്കാത്ത്, എന്താണ് ഹജ്ജ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, എന്താണ് നോമ്പ്, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കൽ മാതാപിതാക്കൾക്ക് നിർബന്ധമാണ്. അങ്ങനെ ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ ലാഹിറായിട്ടുള്ള വളരെ പ്രകടമായിട്ടുള്ള എല്ലാവർക്കും ഇത് ഇസ്ലാമിൻ്റെ കാര്യമാണ്, ഇസ്ലാമിൽ പെട്ടതാണ്, ഇത് ഇസ്ലാമിലുള്ളതാണ് എന്നറിയുന്ന കാര്യങ്ങൾ അത് മാതാപിതാക്കൾ തീരെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവർ കുറ്റക്കാരാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ നാട്ടിൽ എന്താ ചെയ്യുന്നത്? അതിനാണ് മദ്രസ സംവിധാനം. അപ്പോൾ മദ്രസയിലേക്ക് എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? എല്ലാ മാതാപിതാക്കൾക്കും ഇതിനെ പറ്റിയിട്ട് വിവരം ഉണ്ടാവുമോ? ഇല്ല. ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പറഞ്ഞു കൊടുക്കാൻ കഴിയൂല. അപ്പോൾ അത് കുട്ടികൾ നല്ല രൂപത്തിൽ പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മാതാപിതാക്കൾ മദ്രസകളിൽ ഉസ്താദുമാരെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ അവർ മദ്രസയിൽ നിന്ന് പഠിച്ചാൽ എന്തായി? രക്ഷിതാക്കളുടെ ബാധ്യത വീടി. അപ്പോൾ മദ്രസയിൽ പറഞ്ഞയക്കുക എന്നുള്ളത് സ്വന്തം വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് കൊടുക്കുന്നില്ല കൃത്യമായിട്ട്.
അങ്ങനെയാണെങ്കിൽ മദ്രസയിൽ പറഞ്ഞേക്കൽ ആർക്ക് നിർബന്ധമാകും? മാതാപിതാക്കൾക്ക് നിർബന്ധമാകും. അപ്പോൾ മദ്രസയിൽ കുട്ടികളെ പറഞ്ഞേക്കുക എന്ന് പറയുന്നത് ഒരു നിർബന്ധമായ ഒരു ബാധ്യത വീടാൻ വേണ്ടിയിട്ടും കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വ്യക്തമല്ലേ? ആരും ഒന്നും കേൾക്കുന്നില്ലേ? ഓക്കെ 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 ഓക്കെ. ഇനി ഓക്കെ, കബറും പുറത്ത് പോയ പോലെ ഫീൽ ചെയ്യരുത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ ഉണ്ട് എന്ന് ഇങ്ങനെ അറിയിച്ചാൽ മതി. ആ ഓക്കെ 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 ഓക്കെ. ഇനി അമ്രുഹു ബിൽ മഅറൂഫി, അതുപോലെ ഈ കുട്ടിയോട് കൽപ്പിക്കൽ നിർബന്ധമാണ്. നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ ശരിക്കും ഇതിൽ നിസ്കാരം ഈമാൻ കാര്യം ഇസ്ലാം കാര്യം പോലുള്ള കാര്യങ്ങളൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടി എപ്പോഴും മൂക്കൽപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി എപ്പോഴും ഔറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്, അത് വൃത്തിയിൽ നടക്കണം. ഔറത്ത് കൃത്യമായി മറയണം. ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ചെറിയ ഷോർട്സ് ഇട്ടുകൊണ്ട് ഔറത്ത് കാണിച്ചിട്ടാണ് കളിക്കുന്നത്. കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം, അങ്ങനെ കളിക്കരുത് മോനെ, അത് ഔറത്താണ്. ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ കൊണ്ട് അവനോട് കൽപ്പിക്കലും വനഹിയുഹു അനിൽ മുൻകർ, മോശപ്പെട്ട കാര്യങ്ങൾ, ഔറത്ത് വെളിവാക്കുക പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അന്യ സ്ത്രീകളെ നോക്കുക പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വേണ്ടാത്ത സ്വഭാവങ്ങൾ, എന്താ പറയുക, സിഗരറ്റ് വലിക്കൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള കൂട്ടുകെട്ടുകൾ, അതിലേക്ക് പോകരുത് എന്ന് അവനോട് പറയൽ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ്റെ കൂട്ടുകെട്ട് നല്ലതാണോ, അവൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൻ്റെ എന്തെങ്കിലും കഞ്ചാവിൻ്റെ ടീമിലെങ്ങാനും അവൻ ഉൾപ്പെടുന്നുണ്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൽ. അവനോട് നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിധിയിൽ ഇതൊക്കെ വരും. അതും രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ്. രക്ഷിതാക്കളില്ലെങ്കിൽ, മാതാപിതാക്കളില്ലെങ്കിൽ വല്യമ്മമാർ, അതും ഇല്ലെങ്കിൽ ആരാണോ ആ കുട്ടിയുടെ വസി അവരുടെ മേലിൽ നിർബന്ധമാകും. ഇനി അതുപോലെ നിർബന്ധമാവുന്ന മറ്റൊരു കാര്യമാണ് വളർബുഹു അലാദാലിക്ക് ഹത്ത യബ്ലുഗ റഷീദൻ. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. ഔറത്ത് മറക്കാൻ പറഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് ഷോർട്സ് ഇട്ടുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ സിനിമ കാണാൻ പോകരുത് എന്ന് പറഞ്ഞിട്ട് സിനിമ കാണാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വേണ്ടാത്ത കാണരുത് എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോണിൽ വേണ്ടാത്ത കാണുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി മുടി കാണിച്ചുകൊണ്ട് സ്കൂളിൽ പോകരുത് എന്ന് പറഞ്ഞിട്ട് മുടി കാണിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്നുണ്ട്. അങ്ങനെ ഹറാമ് ഏതൊക്കെ രൂപത്തിൽ ഔറത്ത് വെളിവാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഔറത്ത് വെളിവാക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ആൺകുട്ടികളോട് മെസ്സേജ് ആക്കരുത്, സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും സംസാരിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ശ്രദ്ധയില്ലാതെ അതിനുള്ള അവസരം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം രക്ഷിതാക്കൾ കുറ്റക്കാരാകും. എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ കുട്ടികളുടെ അടുക്കൽ നിന്ന് മോശമായിട്ടുള്ള വല്ല പ്രവൃത്തിയും കണ്ടാൽ വളർബുഹു അലാദാലിക്ക, അതിൻ്റെ പേരിൽ കുട്ടിയെ അടിക്കലും രക്ഷിതാവിന് നിർബന്ധമാണ്. പറഞ്ഞിട്ട് കേട്ടിട്ടില്ല, അടിക്കൽ നിർബന്ധമാണ്. അങ്ങനെ അടിച്ചിട്ട് പേടിപ്പിച്ച് നിർത്താൻ കഴിയണം. ആ രൂപത്തിൽ രക്ഷിതാവിന് ഒരു വ്യക്തിത്വം ഉണ്ടായിരിക്കണം. രക്ഷിതാവ് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ എന്തായാലും പിന്നെ പറഞ്ഞ് കേൾക്കൂലല്ലോ. ഹത്താ യബ്ലുഗ റഷീദൻ, കുട്ടി റഷീദായ ഒരു ബോധം വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ. ചിലപ്പോൾ 15 വയസ്സായാലും ഒരു കഥയില്ലാതെ നടക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം അങ്ങനത്തെ കുട്ടികളെ 15 വയസ്സ് കഴിഞ്ഞാലും അല്ലെങ്കിൽ പ്രായപൂർത്തി ആയി കഴിഞ്ഞാലും അടിക്കാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അവരോട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണം. ഇത് അത്യാവശ്യം ബോധമൊക്കെ ഉണ്ട്, നല്ല ബോധമുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ കഴിയും, എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. അതിനുശേഷം പിന്നെ ഉദാഹരണത്തിനെല്ലാം കഴിഞ്ഞ് 18 വയസ്സായി കല്യാണം കഴിപ്പിച്ച് വിട്ട് അതിന് ശേഷം പിന്നെ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുവരെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഉജറത്തു തഅലീമിഹി ഫി മാലിഹി എന്ന് വെച്ചാൽ നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്. ഇനി അത് തീരെ ചെയ്യരുത് എന്നല്ല, നല്ല കാര്യങ്ങൾ കൊണ്ട് കൽപ്പിക്കരുത് എന്നർത്ഥമില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഉജറത്തു തഅലീമിഹി ഫി മാലിഹി, ഉജറത്തു തഅലീമിഹി, ഇനിയിപ്പോൾ കുട്ടിയെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ അത് മാതാപിതാക്കൾക്ക് നിർബന്ധം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മാതാപിതാക്കൾ മാത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നല്ല. അവരെ മദ്രസകളിൽ വിട്ടുകൊണ്ട്, ദർസുകളിൽ വിട്ടുകൊണ്ട് അവരെ ദീന് പഠിപ്പിക്കണം. ഇതാണ് രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചിലവ് ആരെടുക്കണം? രക്ഷിതാവിന് എടുക്കണം. ഉജറത്തു തഅലീമിഹി ഫി മാലിഹി അല്ല, ഉജറത്തു തഅലീമിഹി ഫി മാലിഹി, കുട്ടിക്ക് കുറേ ധനം ഉണ്ടെന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ പിന്നെ കുട്ടിയുടെ ധനത്തിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. ആദ്യം നിർബന്ധമാകുന്ന കുട്ടിയുടെ ധനത്തിൽ എടുക്കലാണ്. അതെങ്ങനെയെന്ന് നിങ്ങൾ ചോദ്യം ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വല്യപ്പ മരിക്കുന്ന സമയത്ത് ഒരു മോനുണ്ട്, ഒരു മോൻ്റെ മോനുണ്ട്.
ഈ മോനോട് ഭയങ്കര സ്നേഹമാണ് വല്യപ്പക്ക്. അപ്പോൾ മരിക്കുന്നതിന് കുറേ മുന്നേ തന്നെ വല്യപ്പൊരു കാര്യം ചെയ്തു. എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഈ ചെറിയ മോനുണ്ട്, 10 വയസ്സായിട്ടുള്ളൂ. ആ മോൻ്റെ പേരിൽ എന്ത് ചെയ്ത്, 1 ഏക്കർ സ്ഥലം അങ്ങ് എഴുതി കൊടുത്ത്. മോനിക്കല്ല കേട്ടോ കൊടുത്തേ, മോനിക്ക് തന്നെ വേറെ കൊടുത്ത്. മോനിക്ക് പിന്നെ അല്ലാതെ വേറെ 2 ഏക്കറായിട്ട് എല്ലാതും കിട്ടി. അപ്പോൾ ഈ മോനിക്ക് ധനമുണ്ട്. ഈ ധനം കൈകാര്യം ചെയ്യുന്നത് ആരാണ്? വാപ്പയാണ്. പക്ഷെ ധനം ആരുടെ പേരില്ല? ഈ മോൻ്റെ പേരില്ല, പ്രായപൂർത്തിയാവാത്ത മോൻ്റെ പേരിലാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഈ ദീന് പഠിപ്പിക്കാനുള്ള ചിലവ് അടിസ്ഥാനപരമായിട്ട് എവിടുന്നെടുക്കണ്ടേ? എവിടുന്നെടുക്കാവുന്നതാണ്? ഈ കുട്ടിയുടെ ധനത്തിൽ നിന്ന് എടുക്കാം. അത് വളരെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഉണ്ടാകുന്നൊരു കേസല്ല. സുമ്മ അല അബിഹി, പിന്നെ ആ കുട്ടിയുടെ വാപ്പയുടെ മേലിലാണ് നിർബന്ധമാവുക. കുട്ടിക്ക് ധനമില്ലെങ്കിൽ കുട്ടിയുടെ വാപ്പാൻ്റെ മേലിൽ നിർബന്ധമാവും. സുമ്മ അല ഉമ്മിഹി, ഇനി വാപ്പാക്ക് ധനമൊന്നുമില്ല, വാപ്പ എന്ന് പറയുന്ന 5 പൈസ കയ്യിലില്ലാത്ത മനുഷ്യനാണ്, ഉമ്മാക്കാണ് കുറച്ച് സ്വത്തൊക്കെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഉമ്മാൻ്റെ മേലിൽ നിർബന്ധമാവും. ഈ പറഞ്ഞത് കൃത്യമല്ലേ? നമ്മുടെ നാട്ടിൽ ദീന് പഠിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചിലവുണ്ടോ? നിങ്ങൾ പറയും, ദീന് പഠിപ്പിക്കാൻ വേണ്ടി ചിലവുണ്ടോ? പള്ളിയിലാകുമ്പോൾ വരിസംഖ്യ കൊടുക്കാനുണ്ടാവും അല്ലേ? പിന്നെ ദർസിലാണെങ്കിൽ അതാണ്, ദർസിലാണെങ്കിൽ പിന്നെ എനിക്ക് എന്തെങ്കിലും ബസ്സിന് ശേഷം എന്തും കൊടുക്കേണ്ടി വരും. പിന്നെ ചിലവ് വരാമെന്ന് പറയുന്നത് ദീന് പഠിപ്പിക്കാനല്ല, എനിക്ക് ദുനിയാവ് പഠിപ്പിക്കാനാണ് നമുക്ക് ചിലവ് വരുന്നത്. ദീന് പഠിപ്പിക്കാൻ എന്ത് ചിലവ് വരുന്നത്? ഇല്ലല്ലോ. അപ്പോൾ ഇത്രയും നല്ല അവസരം ഇത് നമ്മുടെ നാട്ടിൽ മാത്രമാണ്. നിങ്ങളെന്താ വിചാരിച്ചേ? ഗൾഫ് രാജ്യങ്ങളിൽ മറ്റ് പലയിടത്തും നോക്കി നിങ്ങൾ, അവിടെയൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ ദീന് പല സ്ഥലത്തും പഠിക്കൽ. അല്ലാത്തതുകൊണ്ട് ദർസ് പോലെയുള്ള സിസ്റ്റങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് യൂണിവേഴ്സിറ്റി സ്കൂൾ മോഡലിൽ നമ്മളെ ഈ മദ്രസ പഠിക്കുന്ന സാധനങ്ങൾ ഫീസ് കൊടുത്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആ അവസ്ഥയില്ല. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? മക്കളെ A to Z നല്ല രൂപത്തിൽ വളർത്തിയെടുക്കൽ രക്ഷിതാവിൻ്റെ ബാധ്യതയാണ്. അങ്ങനെ കൃത്യമായി മകനെ ശ്രദ്ധിക്കാതെ അവരങ്ങനെ വല്ല ഹറാമുകളിലും കഞ്ചാവിലോ ലഹരിയിലോ അല്ലെങ്കിൽ പെണ്ണ് കേസിലോ മറ്റോ ചെന്ന് പെടുന്നുണ്ടെങ്കിൽ ആ കുറ്റത്തിൻ്റെ ഒരു ഓഹരി തീർച്ചയായും അതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ രക്ഷിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് എത്തും. അപ്പോൾ വീഴ്ച വരുത്തുക എങ്ങനെയാണ്? ഒന്ന്, ചെറുപ്പം മുതലേ 7 വയസ്സ് മുതലേ എന്ത് ചെയ്യുന്നുണ്ട്? വാപ്പയിൽ നിന്ന് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടുപഠിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കുന്നോ മറ്റോ. അല്ലെങ്കിൽ അവനോട് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യരുതെന്ന് പറയുന്നില്ല. ഓൻ്റെ ഇഷ്ടത്തിനെല്ലാം ഇങ്ങനെ വിട്ടുകൊടുത്തിട്ടുണ്ട്. വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ 7 വയസ്സ് 8 വയസ്സ് ആ സമയങ്ങളിൽ തന്നെ മൊബൈൽ വാങ്ങിക്കൊടുത്ത്, അല്ലെങ്കിൽ ഉമ്മാൻ്റെ മൊബൈൽ യൂസ് ചെയ്യുക. പരകളിൽ ഉമ്മാൻ്റെ മൊബൈൽ എന്ന് പറഞ്ഞാൽ കുട്ടികളെയും കൂടി മൊബൈലാണ്. അപ്പോൾ ഉമ്മമാർക്ക് അത്ര കഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാം തിരിഞ്ഞോളണമെന്നില്ല ചിലപ്പോൾ. അപ്പോൾ ഉപ്പമാർ ശ്രദ്ധിക്കണം. അല്ല, ചിലപ്പോൾ ഉപ്പമാരെക്കാൾ ഉമ്മമാർക്ക് തിരിയുന്ന കേസുണ്ടാവും. അപ്പോൾ ഉമ്മമാരോട് ഒന്നുകൂടി സ്ട്രിക്റ്റ്ലി ഇത് നോക്കാൻ വേണ്ടി പറയണം. യൂട്യൂബിലൊരു കുട്ടി ഒരു ദിവസം ഏതൊക്കെ വീഡിയോ കണ്ടു എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതനുസരിച്ചിട്ട് നോക്കണം, ചെക്ക് ചെയ്യണം ഏതൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഇതിൽ കാണാൻ പറ്റാത്ത വീഡിയോ കുട്ടി കാണുന്നുണ്ടോ, സിനിമ കാണുന്നുണ്ടോ. അതുപോലെ വീട്ടിൽ സിനിമ കാണുന്നൊരു സാഹചര്യം കുട്ടിക്ക് ഒരുക്കി കൊടുക്കരുത്. കാരണം സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയിൽ നിന്ന് പ്രേരിതമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തും. ഇപ്പോൾ അടുത്ത് ഒരു ചർച്ച ഉണ്ടായിരുന്നല്ലോ, ഇപ്പം വരുന്ന മലയാളത്തിലുള്ള പല സിനിമകളെ പറ്റിയിട്ടും പറയുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം കള്ളുകുടിയും അതുപോലെ തന്നെ പെണ്ണുപിടിയും ഒക്കെയാണ്, ഇതുപോലത്തെ കാര്യങ്ങളാണ്. അപ്പം അതൊക്കെ കണ്ട് വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹറാമിലേക്കാണ് പോവുക. അതിലേക്കുള്ള ഒരു പ്രചോദനമാണ് അവർക്ക് കിട്ടുക. അപ്പോൾ ഏതൊക്കെ രൂപത്തിൽ എന്ന് വേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗത്ത് നിന്ന് ഏതൊക്കെ ശ്രദ്ധയിൽ നമുക്ക് പിഴവ് വന്നിട്ടുണ്ടോ അതിലൊക്കെ നമ്മൾ കുറ്റക്കാരാവും. അവരോട് നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും അത് കേവലം മദ്രസയിൽ പറഞ്ഞു വെച്ചുകൊണ്ട് മാത്രം നമ്മുടെ ബാധ്യത വീടുകയില്ല. അത് ഉസ്താദുമാരുടെ മാത്രം ബാധ്യതയല്ല. ഉസ്താദുമാരെ നമ്മൾ ഏൽപ്പിച്ചെടുത്ത് ദീന് പഠിപ്പിച്ചു കൊടുക്കാനാണ്. അത് ഇന്ന കാര്യങ്ങളാണ്, നിസ്കാരം, നോമ്പ്, ഹജ്ജ് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്ത് ഇന്നത് ചെയ്യരുത്, ഇന്ന് ചെയ്യണം, അത് പറഞ്ഞു കൊടുക്കലോടുകൂടെ ഉസ്താദുമാർക്ക് ഓൽക്ക് കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ ഒരു ഡ്യൂട്ടി ഓല് ചെയ്ത് പരമമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാ? രക്ഷിതാക്കൾക്കാണ്. രക്ഷിതാക്കളാണ് A to Z ശ്രദ്ധിക്കേണ്ടത്. ഇനി ഉസ്താദുമാർ പഠിപ്പിക്കുന്നില്ല എന്ന് ശ്രദ്ധിക്കേണ്ട ബാധ്യതയും കൂടി രക്ഷിതാക്കൾക്കുണ്ട്. മനസ്സിലായില്ലേ? ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ജ്യേഷ്ഠത്തിമാർ, അനിയത്തിമാർ, അവരെ ഫാമിലിയിലൊക്കെ, അല്ലെങ്കിൽ ഇന്നത്തെ പെൺകുട്ടികളുടെ നിലവിലുള്ള അവസ്ഥ എന്ന് പറയുന്നത് കോളേജുകളിൽ സ്കൂളുകളിലൊക്കെ മുടി മറക്കുക എന്നുള്ളത് ഇപ്പോൾ വളരെ കുറഞ്ഞു വരുന്നൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ എന്താ വീട്ടിൽ നിന്ന് അതിലൊരു ശുദ്ധത കാണിക്കാത്തതുകൊണ്ടാണ്. ഒരു വാപ്പ അങ്ങനെ ശ്രദ്ധിക്കുന്ന വാപ്പയാണെങ്കിൽ ഒരിക്കലും ഒരു കുട്ടി അങ്ങനെ ആവില്ല. അപ്പോൾ നമ്മുടെ കുട്ടികളെങ്കിലും നമ്മുടെ ഏറ്റവും അടുത്ത കുടുംബത്തിലുള്ള കുട്ടികളെങ്കിലും ആ രൂപത്തിൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും വഴിതെറ്റുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കൽ, അത് നമ്മളിപ്പോൾ അറിഞ്ഞു ഈ വിഷയം, ഇതിന് പറഞ്ഞു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് കഴിയുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതത്തോടു കൂടിയാണ് ജനിക്കുന്നത്. തെറ്റ് ചെയ്യാൻ പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യമോ തെറ്റിലേക്ക് പോകുന്ന ഒരു സ്വഭാവത്തോടു കൂടിയൊന്നല്ല ജനിക്കുന്നത് കുട്ടി. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, പിന്നെ വാപ്പയാണ് കുട്ടികളെ കേടുവരുത്തുന്നത്. വാപ്പയും ഉമ്മയും കൂടിയിട്ടാണ് കുട്ടികളെ കേടുവരുത്തുന്നത്. അതെങ്ങനെ വാപ്പയും ഉമ്മയും കൂടി കുട്ടികളെ കേടുവരുത്തുക? വാപ്പ ഫുൾ ടൈം എല്ലാ നേരത്തും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളായിരിക്കും. ഉമ്മ ഒരു ഹറാമ് പോലും മൊബൈലിലോ അല്ലാതെ കാണുന്നോ പറയുന്നോ ചെയ്യുന്ന ആളായിരിക്കില്ല. പിന്നെ എങ്ങനെ വാപ്പയും ഉമ്മയും കൂടി ചെയ്യുന്നത്? എന്നാലും വരും, കുട്ടികളോട് നല്ലോണം കൽപ്പിക്കുന്നില്ല. കുട്ടികൾക്ക് ഫുള്ള് സാധനം കൊടുത്ത് മൂപ്പര് പള്ളിയിൽ പോയി, കുട്ടികളപ്പുറത്ത് ടർഫ് പോയിട്ട് നിസ്കാരം കലായിക്ക് നിസ്കരിക്കുന്നുണ്ട്, മൂപ്പര് പള്ളിയിൽ 5 നേരത്ത് നിസ്കാരത്തിന് ജമാഅത്തിനുണ്ട്. അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കൽ വളരെ അനിവാര്യമാണ്, നമ്മൾ എത്ര തിരക്കുള്ള മനുഷ്യന്മാരാണെങ്കിലും എന്നതാണ് നമ്മൾ ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി ഈ വിഷയത്തിൽ ഡൗട്ടൊന്നും ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഇനി നിസ്കാരത്തിൻ്റെ ഷർത്തുകളെ പറ്റിയിട്ടാണ് ഇനി ചർച്ച ചെയ്യുന്നത്. നിസ്കാരത്തിന് ഷർത്തുകളുണ്ടോ? ഉണ്ട്. നമ്മൾ പണ്ടേ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് ഷർത്തുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഷർത്തുകളുണ്ട്, അർക്കാനുകളുണ്ട്. എന്താണ് ഷർത്ത്? ആരെങ്കിലും ഒരാൾ പറയും എന്താണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ പണ്ടേ കേൾക്കുന്നതല്ലേ മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചാൽ. അതാണ് ഷർത്ത് എന്ന് പറഞ്ഞാൽ. ഷർത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണമെങ്കിൽ അത് വേണം, എന്നാലും നമുക്ക് നിസ്കരിച്ചാൽ നിസ്കാരം പരിഗണിക്കുള്ളൂ. എന്നുവെച്ചാൽ നിസ്കാരത്തിൽ പെട്ടൊരു സാധനമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വുളു എടുക്കുക എന്നുള്ളൊരു ഷർത്താണ്. അതേ സമയത്ത് അത് നിസ്കാരത്തിൽ പെട്ട കാര്യമാണോ? അല്ല. നിസ്കാരത്തിന് മുന്നേ ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ്. അതിനെ പറ്റിയിട്ടാണ്. നിസ്കാരത്തിന് മുന്നേ ഉണ്ടാവണം, നിസ്കാരം കഴിയുന്നത് വരെ ഉണ്ടാവണം. നിസ്കാരത്തിന് പുറത്തുള്ളൊരു സാധനമാണ്, തുടക്കം മുതൽ അവസാനം വരെ അത് നിലനിൽക്കും വേണം. അങ്ങനത്തെ കാര്യത്തിനാണ് എന്ത് പറയുന്നത്? ഷർത്ത് എന്ന് പറയുന്നത്. ഇപ്പം നിസ്കാരത്തിൽ മാത്രമല്ല, ഏത് ഇബാദത്ത് എടുക്കുകയാണെങ്കിലും ഷർത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിബന്ധന എന്ന് പറയുമ്പോൾ അതിൽ തുടക്കം മുതൽ അവസാനം വരെ ആ സംഗതി ഉണ്ടാവണം എന്നതാണ് ഉദ്ദേശം. ലിസ്സലാത്തി ഷുറൂത്തുൻ വ അർക്കാനും, നിസ്കാരത്തിന് ഷുറൂത്തുകളുണ്ട്. ഷുറൂത്ത് എന്ന് പറഞ്ഞാൽ ഷർത്ത് നമ്മളിപ്പോൾ പറഞ്ഞത്, അത് നിസ്കാരത്തിൽ പെട്ടതല്ല. ആ സമയത്ത് തുടക്കം മുതൽ ലാസ്റ്റ് വരെ അത് വേണം. അപ്പോൾ അർക്കാനുൻ എന്ന് പറഞ്ഞാൽ പിന്നെ നിസ്കാരത്തിൽ പെട്ട കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ ഉദാഹരണത്തിന് തക്ബീറത്തുൽ ഇഹ്റാം, ഫാത്തിഹ ഓതൽ, ഇതൊക്കെ നിസ്കാരത്തിൽ പെട്ടതാണ്. അപ്പോൾ അർക്കാനുകളുണ്ട്. ലാ തസിഹു സലാത്തു ബിദൂനിഹ, ഈ അർക്കാനും ഷുറൂത്തും ഇല്ലാതെ നിസ്കാരം സഹീഹാവുകയില്ല. ഇനി എന്താണ് ഷർത്ത്? അതെ, അർക്കാനും ഫർദും സെയിമാണ്. ഇനി വശർത്തു ഷൈഇ വറുക്നുഹു കിലാഹുമാ മാ യതവഖഫു അലൈഹി വുജൂദുഹു ശർഅൻ. ഷർത്തും റുക്നും എന്ന് പറഞ്ഞാൽ രണ്ടും മാ യതവഖഫു അലൈഹി വുജൂദുഹു ശർഅൻ, അതിൻ്റെ മേലിലാണ് ഒരു ഇബാദത്ത് നിലനിൽക്കുന്നത്. ശർഈയായിട്ട് ഒരു കാര്യം നിലനിൽക്കുന്നത്. ശർഈയായ ഒരു കാര്യം നിലനിൽക്കാനുള്ള അനിവാര്യമായിട്ടുള്ള 2 ഘടകങ്ങളാണ് ഷർത്തും റുക്നും. ഇപ്പോൾ ഉദാഹരണത്തിന് ഫാത്തിഹ ഓതുക എന്നുള്ളതും വുളു എടുക്കുക എന്നുള്ളതും അതിൻ്റെ മേലിൽ നിലനിൽക്കുന്നതാണ് നിസ്കാരം. നിസ്കാരം സ്വഹീഹാവുക എന്ന് പറയുന്നത്. ഒരുത്ത വുളു എടുക്കാതെ നിസ്കരിച്ചു, നിസ്കാരം സ്വഹീഹാവില്ല. അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ ഇടയിൽ വുളു പോയി, നിസ്കാരം ശരിയാവില്ല. ഫാത്തിഹ ഓതാതെ ഒരുത്ത നിസ്കരിച്ചു, നിസ്കാരം ശരിയാവില്ല. അപ്പം ഷർത്തും ഫർളും ഇത് രണ്ടും എന്താണ്? അതിൻ്റെ മേലിലാണ് ഒരു കാര്യം വാലിഡായിട്ട് സ്വഹീഹായിട്ട് നിലനിൽക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് ഷർത്ത് എന്നും റുക്നും എന്നും പറയുന്നത്. പിന്നെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാനിപ്പോൾ പറഞ്ഞു. എന്താ വ്യത്യാസം? ഷർത്ത് ഒരു ഇബാദത്തിൽ പെട്ടതായിരിക്കില്ല, റുക്നാകുമ്പോൾ അതിൽ പെട്ടത് തന്നെയായിരിക്കും. ഇനി അതാണ് പറയുന്നത് ലാക്കിനിൽ അവ്വലു എന്ന് പറഞ്ഞാൽ ഷർത്ത്. ആദ്യത്തേത് ഏതാ? ഷർത്ത്. ലൈസ മിൻ അജ്സാഇഹി, ഷർത്ത് എന്ന് പറയുന്നത് ഇബാദത്തിൻ്റെ ഉള്ളിൽ പെട്ടതല്ല, ഒരു കാര്യത്തിൻ്റെ ഉള്ളിൽ പെട്ടതല്ല. വസാനി മിൻ അജ്സാഇഹി, റുക്കിനാവട്ടെ അർക്കാനുകളാവട്ടെ അത് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പെട്ടതാണ്.
നിങ്ങൾക്ക് മനസ്സിലായിക്കോ? ഡൗട്ടില്ലല്ലോ? ഉണ്ടോ? ചോദിച്ചോളി. ഓക്കെ. ഇനി ഷുറൂത്തു സ്വലാത്തി ഹംസത്തുൻ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്ന് പറയുമ്പോൾ നിസ്കാരം തുടങ്ങുന്നത് മുതൽ അവസാനം വരെ നിലനിൽക്കേണ്ട നിബന്ധനകൾ. ഇതിലേതെങ്കിലും ഒന്ന് തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഇല്ലെങ്കിൽ, തുടക്കത്തിലില്ലെങ്കിൽ ലാസ്റ്റ് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ നിസ്കാരം സ്വഹീഹാവൂല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. 1 അഹദുഹ അത്വഹാറത്തു അനിൽ ഹദസി, അശുദ്ധിയിൽ നിന്നും ശുദ്ധി ഉണ്ടാവുക. അശുദ്ധിയിൽ നിന്നും ശുദ്ധി ഉണ്ടാവുക. അശുദ്ധി എന്ന് പറയുമ്പോൾ ചെറിയ അശുദ്ധി ഉണ്ടാവും, വലിയ അശുദ്ധി ഉണ്ടാവും. അതിൽ നിന്ന് ശുദ്ധി ഉണ്ടാവണം. അതിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ എന്ത് ചെയ്യണം? വലിയ ശുദ്ധിയാണെങ്കിൽ കുളിക്കണം നിയ്യത്തോടുകൂടെ, ചെറിയ ശുദ്ധിയാണെങ്കിൽ നിയ്യത്തോടുകൂടെ വുളു എടുക്കണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ, ശുദ്ധി ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധനയോ സാനിഹ ത്വഹാറത്തുൽ ബദനി വൽ മൽബൂസി വൽ മക്കാനി അനിൻ നജസി, ശരീരവും വസ്ത്രവും നിസ്കരിക്കുന്ന സ്ഥലവും നജസ്സിൽ നിന്നും മുക്തമാവണം. എങ്ങനെ? എന്തൊക്കെ? ശരീരത്തിനപ്പോൾ എവിടെ ഉണ്ടാകാൻ പാടില്ല, മുഖത്തോ തലയിലോ എവിടെയും നജസ് ഉണ്ടാകാൻ പാടില്ല. മൽബൂസ് വസ്ത്രം എന്ത് ചെയ്യണം? നജസ്സിൽ നിന്ന് ശുദ്ധിയാവണം. നജസ്സിൽ നിന്ന് ശുദ്ധിയാവണം, നജസ് ഉണ്ടാവരുത്. വൽ മക്കാനി, നിസ്കരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങൾ വെക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങൾ എന്താവണം? വൽ മക്കാനി അനിൻ നജസി, നജസ്സിൽ നിന്ന് മുക്താവണം. ഫലാ തസിഹുസ്സലാത്തു, അപ്പം നിസ്കാരം സ്വഹീഹാവൂല. മഅ നജസിൻ ഗൈരി മഅഫൂവിൻ അൻഹു, പൊറുക്കപ്പെടുന്ന നജസ്, ആ നജസ് അല്ലാത്ത നജസോടുകൂടെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വഹീഹാവൂല. പൊറുക്കപ്പെടുന്ന നജസ് ഏതുപോലെ? ഉദാഹരണത്തിന് എൻ്റെ മോണ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ചെറുതായിട്ടൊരു ചുവന്ന സാധനം അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത്ര കൈയിട്ടും പോകുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ഇവിടെ ചെറിയൊരു കുരുണ്ട്, ആ കുരുവിൽ ചെറുതായ ഒരു ചുവന്ന കളർ ഇങ്ങനെ ഉണ്ട്. ഒരു കയ്യാന്നും പോകില്ല, അങ്ങനെ ഉണ്ടാവും അവിടെ. ഈ 2 രക്തം എന്ന് പറയുന്നത് അത് പൊറുക്കപ്പെടുന്ന നജസാണ്, അത് കുഴപ്പമില്ല. അങ്ങനത്തെ അല്ലാത്ത നജസോടുകൂടെ, ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ച് ബ്ലഡ് ഉണ്ട് എൻ്റെ കുപ്പായത്തുമ്മിൽ, ഇവിടെ ഉണ്ട്, അല്ല എൻ്റെ ശരീരത്തിലുണ്ട്, അല്ല ഞാൻ നിസ്കരിക്കുന്ന എൻ്റെ കാല് വെക്കുന്ന, അല്ല എൻ്റെ കൈ എവിടെയും വെക്കുന്ന ഈ സ്ഥലത്ത് മുസല്ലയിൽ നജസുണ്ട്. അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ആ നിസ്കാരം സഹിഹാവൂല. വലവ് നാസിയൻ, ഓന് ഓർമ്മ ഉണ്ടേനു ശരീരത്തിലുണ്ട് എന്നുള്ള, പിന്നെ നിസ്കരിക്കുന്ന സമയത്ത് മറന്നുപോയതാ, പറഞ്ഞിട്ടേ അറിയില്ല. ഞാൻ മറന്നുകൊണ്ടാണെങ്കിലും ഔ ജാഹിലൻ, എല്ലാം എനിക്ക് അറിയില്ല, നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് ഡ്രസ്സിൽ നജസ് കാണുന്നത്, പറഞ്ഞിട്ടേ അറിയില്ല, നിസ്കാരം മടക്കണം. ഓൻ നേരം അറിഞ്ഞില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. സാധാരണ ഇപ്പൊ കൺസ്ട്രക്ഷൻ പണിയെടുക്കുന്നതായാലും അല്ല വർക്ക്ഷോപ്പിലൊക്കെ പണിയെടുക്കുന്നതായാലും അവരൊക്കെ ആ ഡ്രസ്സോട് കൂടി വന്ന് നമസ്കരിക്കുന്ന കാണാം. അതെ അതെ അതെ. കൺസ്ട്രക്ഷൻ പണിയായാലും മറ്റേ ഇപ്പൊ ഉദാഹരണത്തിന് വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന ഒരു മുസല്ലയും കൊണ്ട് പള്ളിക്കകത്ത് വന്ന് നമസ്കരിക്കും, അവർ ഒതു എടുത്തു വന്ന് നമസ്കരിക്കുന്നതാണ്. അതെ. അത് നജസ്, അത് ഒന്നും നജസിൽ പെടൂല. ഈ വർക്ക്ഷോപ്പ് പണിയെടുക്കുന്ന, കൺസ്ട്രക്ഷൻ പണിയെടുക്കുന്നവര്, റോഡിൽ പണിയെടുക്കുന്നവര്, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ അല്ല, അങ്ങനെ പണിയെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അതിൽ നജസ് ആവുന്നുണ്ടോ? നജസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നജസ് എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യും. അതിൽ ബ്ലഡ്, മൂത്രം, അതുപോലെയുള്ള നജസ്, ഛർദി, അതുപോലെയുള്ള സാധനങ്ങളാണ് നജസ്സിൽ പെടുക. അതല്ലാത്ത നജസല്ലാത്ത പൊടികൾ, അല്ലാത്ത മറ്റേ ചളി അല്ലെങ്കിൽ ഗ്രീസ്, ഇതൊന്നും എന്തെന്നില്ല, നജസ്സിൽ പെടുന്നില്ല. നജസ് ഉണ്ടാവരുത് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നജസ് ഇനിയിപ്പോൾ ഒരുത്തനിക്ക് നജസ് ഇല്ല എന്നുള്ള ഒരു ഇത് കിട്ടിയാൽ മതി, എനിക്ക് തന്നെ കവി ഉണ്ടായാൽ മതി. നജസ് ഇല്ല, എൻ്റെ ശരീരത്തിൽ എവിടെ നജസില്ല എന്നുള്ള ഒരു ഏകദേശം ഒരു ബോധ്യപ്പെടുന്ന ധാരണ ഉണ്ടായാൽ മതി, നിസ്കരിക്കാം. പെയിൻ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ ഉളു എടുക്കുന്ന കൈമിലോ കാലിലോ മുഖത്തോ കാലിലൊക്കെ ആണെങ്കിൽ അതവിടെ പോക്കിയിട്ട് ഉളു എടുക്കേണ്ടി വരും. ഇനി ഒരുത്തന് ഉളു എടുത്തതിന് ശേഷം പെയിൻ്റായി, നിസ്കരിക്കുക, കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഇനി ശരീരത്തിൽ ഉളുവിൻ്റെ അവയവത്തിലല്ലെങ്കിൽ അവിടെ പോക്കേണ്ട ആവശ്യമില്ല, നിസ്കരിക്കാം. ഓക്കെ. പെയിൻറ്റ് നജസുള്ള പെയിൻ്റ് ആവാണ്ടെന്നാൽ മതി. പെയിൻറ്റ് നജസുള്ള ഉണ്ടാവലുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. ഇനി കേട്ടോളി, ഫലാ തസിഹു സ്വലാത്തു മഅ നജസിൻ, അത് നമ്മൾ പറഞ്ഞു. ഇനി 3ാമത്തെ നിബന്ധന എന്ന് പറയുന്നത് സത്രുൽ ഔറത്തി, ഔറത്ത് മറക്കുക എന്നുള്ളതാണ് 3ാമത്തെ നിബന്ധന. ഔറത്ത് ഏതാണ്? പുരുഷൻ്റേത് മുട്ടുപൊക്കലിൻ്റെ ഇടയിൽ, പിന്നെ സ്ത്രീയുടേതോ മുഖവും മുൻകൈയും ഒഴികെ നിസ്കാരത്തിലുള്ള ഔറത്ത്.
അപ്പോൾ മുഖം മുൻകൈ എന്ത് ചെയ്യരുത്, വെളിവാകരുത്. അപ്പോൾ സ്ത്രീകളുടേത് ഇതാണ്. പിന്നെ ഇനി സത്തുറുൽ ഔറത്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിസ്കാരത്തിലുള്ള ഔറത്ത് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി പിന്നെ ഒഴിഞ്ഞിരിക്കുന്ന റൂമിലുള്ള ഔറത്ത് എന്താ, ഒരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ആരുമില്ല റൂമിൽ, എല്ലാ ടോയ്ലറ്റിൽ ബാല് കൂടിയിട്ടുള്ളത്. ആ സമയത്ത് ഔറത്ത് എന്താ, ഔറത്തുണ്ടോ? എന്തോ മറക്കൽ നിർബന്ധമുണ്ടോ? ആരെങ്കിലും പ്രതികരിക്കുക. പുരുഷന്മാരെ നിർബന്ധമുണ്ട്. എന്താ മറക്കേണ്ടത്? ഓരോ സമയത്ത് ഓരോ പോലെയല്ലേ, മനസ്സിലായില്ലേ? ഓരോ സമയത്ത് ഒരു ഒന്നല്ലല്ലോ. അതെ ആരോ പറഞ്ഞു ഗുഹ്യ ഭാഗം എന്ന് പറഞ്ഞു. നിസ്കാരത്തിലുള്ളത് അല്ല ഞാൻ ചോദിച്ചത്, ഇപ്പോൾ നിസ്കാരമല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ റൂമിൽ തനിച്ചാവുന്ന സമയത്ത് അപ്പോൾ ഒരാൾ ഔറത്ത് മറക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എനിക്ക് ഒന്നും ഇടാതെ ഇരിക്കാൻ പറ്റുമോ എന്ന്. ഇല്ല, മുട്ടുവെക്കളുടെ ഭാഗമല്ല. അതായത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അടച്ചിട്ട റൂമിലാണെങ്കിൽ ആരും കാണാനില്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ ടോയ്ലറ്റിൽ കയറിയതാണ്, അപ്പോൾ കുളിക്കാനൊന്നും ഉദ്ദേശിക്കുന്നൊന്നുമില്ല, കുറച്ച് നേരം മുടിയോ ഇതൊക്കെ റെഡിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്നും ഇടാതെ നിൽക്കാൻ പറ്റുമോ? പറ്റൂല, ഹറാമാണ്. കാരണം ആ സമയത്തും മുൻദ്വാരവും പിൻദ്വാരവും ഒരു തോർത്തുണ്ടെങ്കിലും മറക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഒന്നുമില്ലാത്ത റൂമിലുള്ള ഔറത്ത് ഏതാ? അപ്പോൾ മുൻദ്വാരം പിൻദ്വാരം ഉള്ളൂ. വേണമെങ്കിൽ ഒരു ജഡ്ഡി ഇട്ടാൽ മതി, എന്തെന്നെ ഇടണമെന്നില്ല, തോർത്തന്നെ എടുത്തോളണമെന്നും ഇല്ല. മുൻദ്വാരം പിൻദ്വാരം മറക്കുക എന്നുള്ളതാണ് അവിടെയുള്ള ഔറത്ത്. അപ്പോൾ ഞാൻ സ്ത്രീകൾക്കാണെങ്കിലും തനിച്ചുള്ള റൂമിലാണെങ്കിലും ഓള് മാത്രമേ ഉള്ളെങ്കിൽ അതേ ഉള്ളൂ. ഓക്കെ. അതേ സമയത്ത് പിന്നെ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, നമ്മൾ കുളിക്കുന്ന സമയത്തൊക്കെ തോർത്ത് ഉപയോഗിക്കാതെ കുളിക്കുന്നവരുണ്ടാവും. തോർത്തോടു കൂടെ കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ടോയ്ലറ്റ് എന്ന് പറയുമ്പോൾ പൊതുവേ ബാത്റൂം ടോയ്ലറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെ ചങ്ങായിമാരുടെ ഏരിയയാണ്. ആരുടെ ഏരിയയാണ്? പിശാചുക്കളുടെ ഏരിയയാണ്. അതുകൊണ്ടാണ് നമ്മൾ ടോയ്ലറ്റ് കയറുമ്പോൾ എന്ത് പറയുന്നത്, അല്ലാഹു മിന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. 2 ചൈത്താന്മാരാണത്. ഓരോടത്തും നമ്മൾ കാവൽ തേടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡ്രസ്സിങ്ങനെ ഇട്ട് ഊരിക്കൊണ്ട് തീരെ വിവസ്ത്രരായിക്കൊണ്ട് ഒരു ഡ്രസ്സ് ഇടാതെ ബാത്റൂം പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചെറുതായ രൂപത്തിലെങ്കിലും പൈശാചികമായിട്ടുള്ള ഷെറുകളുണ്ടാവും. ഒന്നുകിൽ ചെറിയ ഹറാമ് ചെയ്യാനുള്ള തോന്നലുണ്ടാകും. ഈ രൂപത്തിൽ പെണ്ണുങ്ങളാകുമ്പോൾ അവർക്ക് ഹൈദിൻ്റെ വിഷയത്തിൽ പോലും ഇതിൻ്റെ കാരണമായിട്ട് എഫക്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. വേറെ കാര്യമാണ്, നമ്മൾ ഫിക്കുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്, കൂട്ടത്തിലുണ്ട് പ്രത്യേകത. ഇനി 4ാമത്തെ നിബന്ധന മഅരിഫത്തു ദുഖൂലിൽ വഖത്തി. എന്താണ്? സമയമായി എന്നറിയണം. എന്നുവെച്ചാൽ ഒരുത്തനിപ്പോൾ ഉറങ്ങിണീറ്റ് പുറത്ത് ഇരുട്ടൊക്കെ കാണുന്നുണ്ട്, പക്ഷെ എനിക്ക് സമയം ഇശാവാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓൻ വേഗം പോയിട്ട് നിസ്കരിച്ച്. അങ്ങനെ നിസ്കരിച്ചാൽ പോരാ, നിസ്കാരത്തിൻ്റെ സമയത്തെക്കുറിച്ചൊരു പിടി വേണം, ഒരു ഐഡിയ വേണം. അതെങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ സമയം അറിയാമെന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നെ പഠിക്കും. ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ഷർത്തുകൾ. ഇനി ഒരു ഷർത്തും കൂടി ഉണ്ട്, അതിന് മുന്നേ നമുക്കൊരു കാര്യം കൂടി പറയാം. ഫമൻ സല്ലാ ബി ഗൈരി മഅരിഫത്തിഹി യഖീനൻ. ഒരുത്തനിക്ക് ബാങ്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ല. ബാങ്ക് കൊടുക്കുക എന്നുള്ളതല്ല, സമയമാവുക എന്നുള്ളതാണ്. ളുഹർ ബാങ്ക് കൊടുക്കേണ്ട സമയം, അതായത് പിന്നെ ളുഹർ ബാങ്കിൻ്റെ സമയം എത്രയാണ്? കലണ്ടറിലുണ്ടാവും. അപ്പോൾ ഉസ്താദ്മാർ കൃത്യമായിട്ട് എഴുതി വെച്ചത് ഉണ്ടാവും കലണ്ടറുകളിൽ. നമ്മളെ മർക്കസിൻ്റെയോ അല്ലെങ്കിൽ മഴതിൻ്റെതോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെയൊക്കെ ഏത് സ്ഥാപനങ്ങളുടെ ആണെങ്കിലും ഉണ്ടാവും. ഇസ്ലാമിക കലണ്ടറുകൾ എടുത്ത് നോക്കിയാൽ കാണും. അപ്പോൾ അതിൽ ആ സമയം പിന്നെ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പള്ളി ചിലപ്പം ബാങ്ക് കൊടുക്കുന്ന മൊയിലാർ വൈകിട്ടുണ്ടാവും, ചിലപ്പോൾ മുന്നേ ആയിട്ടുണ്ടാവും. സമയം നോക്കിയാൽ അതാണ് അതിൻ്റെ മാനദണ്ഡം. കാരണം പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്നത് ആ സമയം നോക്കിയിട്ടാണ്. അല്ല പള്ളിയത്തെ ഉസ്താദിനായിട്ട് വേറെ വഹിയൊന്നും ഇറങ്ങുന്നില്ലല്ലോ. അപ്പോൾ ആ സമയമാണ് പ്രധാനം. ആ സമയപ്രകാരം ആ സമയം ആയിട്ടുണ്ടെന്ന് എനിക്ക് ഡൗട്ടിൽ ഓന് കലണ്ടറിലൊന്നും നോക്കിയില്ല, ഇങ്ങനെ വിചാരിച്ച് ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, ഏകദേശം സമയം ആയ പോലെ തോന്നുന്നുണ്ട്, പോയിട്ടങ്ങ് നിസ്കരിച്ച്. അപ്പോൾ ഫമൻ സല്ലാ ബി ഗൈരി മഅരിഫത്തിഹി യഖീനൻ ഔ ലന്നൻ.
സമയമായിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പില്ല, യക്കീനായിട്ടില്ല, ലന്നായിട്ടില്ല, ലം തസിഹ സ്വലാത്തുഹു, ഓൻ്റെ നിസ്കാരം സഹിഹാവൂല. ഇൻ വഖഅത്ത് ഫിൽ വഖ്തി, ആ നിസ്കാരം ആ സമയത്ത് തന്നെയാണ് സംഭവിച്ചതെങ്കിലും ഓൻ്റെ നിസ്കാരം സഹിഹാവൂല. ശ്രദ്ധിക്കേണ്ട മസലയാണ്. സമയമായി എന്നുള്ളത് ഓനിക്ക് ഒരു കൃത്യമായിട്ട് ഒരു ഉറപ്പ് കിട്ടുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു ലന്ന് കിട്ടുന്ന രൂപത്തിൽ, ഒരു ബോധ്യം വരുന്ന രൂപത്തിലൊന്നും ആയിട്ടില്ല. ജസ്റ്റ് ആ ഒരു 8 മണി ഏകദേശം എന്തായാലും ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, അല്ലാഹു അക്ബർ. ബാങ്ക് കൊടുക്കേണ്ട സമയത്തിനാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാൽ ആ നിസ്കാരം സമയത്ത് തന്നെയാണ് സംഭവിച്ചതെന്നുള്ളതിലേക്ക് നോട്ടമില്ല, ആ നിസ്കാരവും ഖളാ വീട്ടേണ്ടി വരും. അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്താണ് സമയമായി എന്നറിയൽ. മനസ്സിലായില്ലേ? നിസ്കാരത്തിൻ്റെ നിബന്ധനയാണ് സമയമായി എന്നുള്ളത്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരൊറ്റ ഷർത്തും കൂടെ ഉണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ഷർത്ത് എന്ന് പറയുന്നത് ഇസ്തിഖ്ബാലുൽ ഖിബിലത്തി, ഖിബിലയിലേക്ക് മുന്നിടണം. ഖിബിലയിലേക്ക് മുന്നിടണം എന്ന് പറയുമ്പോൾ ഇല്ലാ ഫി സലാത്തി ഷിദ്ദത്തുൽ ഖൗഫി, ഷിദ്ദത്തുൽ ഖൗഫിൻ്റെ നിസ്കാരമുണ്ട്. ഷിദ്ദത്തുൽ ഖൗഫിൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ പേടി ശക്തമാവുന്ന നിസ്കാരം. ഉദാഹരണത്തിന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അസ്ർ ബാങ്ക് കൊടുക്കാനായി, ളുഹർ ഇപ്പോൾ ഖളാവും. അങ്ങനെയാണെങ്കിൽ അവിടെ കഴിയുന്ന രൂപത്തിൽ നിസ്കരിക്കണം. ആ നിസ്കാരത്തിൽ എന്ത് വേണമെന്നില്ല, ഖിബില വേണമെന്നില്ല. വ നഫ്ലി സഫരിൻ മുബാഹിൻ, അതുപോലെ സുന്നത്തായിട്ടുള്ള ഹലാലായ യാത്ര, ആ യാത്രയിലുള്ള സുന്നത്ത് നിസ്കാരം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഒരു ളുഹറിൻ്റെ കുറച്ച് മുന്നുള്ള സമയത്താണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. എനിക്ക് വുളു ഉണ്ടെങ്കിൽ ളുഹാ നിസ്കാരം ബസ്സിലിരുന്നുകൊണ്ട് നിസ്കരിക്കാം, അല്ലെങ്കിൽ കാറിലിരുന്നുകൊണ്ട് നിസ്കരിക്കാം. ആ നിസ്കാരത്തിനും ഖിബില നിർബന്ധമില്ല എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. മനസ്സിലായില്ല? അപ്പോൾ ഖിബിലക്ക് മുന്നിടൽ എന്താണ്? നിസ്കാരത്തിൻ്റെ ഷർത്താണ്, നിബന്ധനയാണ്. ഷിദ്ദത്തുൽ ഖൗഫിൻ്റെ നിസ്കാരത്തിലും യാത്രയിലുള്ള സുന്നത്ത് നിസ്കാരത്തിലും ഒഴികെ അത് ഷർത്താണ്. ഈ 2 നിസ്കാരങ്ങളിൽ അത് നിർബന്ധമില്ല, അത് നിബന്ധനയായിട്ട് പരിഗണിക്കൂല.